أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين. അല്ല, യാക്കൂബ് ആസന്ന മരണനായപ്പോൾ നിങ്ങൾ അവിടെ ഹാജരുണ്ടായിരുന്നുവോ? അന്നേരം അദ്ദേഹം തന്റെ സന്തതികളോട് ചോദിച്ചു, എന്റെ മക്കളെ, എനിക്ക് ശേഷം നിങ്ങൾ ആർക്ക് ഇബാദത്ത് ചെയ്യും? അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെയും അങ്ങയുടെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് എന്നിവരുടെയും ദൈവമായ ഏക ദൈവത്തിന് ഇബാദത്ത് ചെയ്യുന്നതും അവനു തന്നെ മുസ്ലിങ്ങളായിരിക്കുന്നതുമാകുന്നു. അത് കഴിഞ്ഞു പോയ ഒരു സമുദായമാകുന്നു. അവർ സമ്പാദിച്ചു വെച്ചത് അവർക്കുള്ളതാകുന്നു. നിങ്ങൾ സമ്പാദിക്കുന്നതെന്തോ അതാണ് നിങ്ങൾക്കുള്ളത്. അവർ എന്ത് പ്രവർത്തിച്ചുവെന്ന് നിങ്ങൾ ചോദിക്കപ്പെടുന്നതല്ല. ജൂതന്മാർ പറയുന്നു, നിങ്ങൾ ജൂതരാകുവിൻ, എങ്കിലേ സന്മാർഗം പ്രാപിക്കൂ. ക്രിസ്ത്യാനികൾ പറയുന്നു, നിങ്ങൾ ക്രിസ്ത്യാനികളാകുവിൻ, എന്നാലേ സന്മാർഗം പ്രാപിക്കൂ. നീ പറയുക, അല്ല, എല്ലാം വെടിഞ്ഞ് ഇബ്രാഹീമിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ഇബ്രാഹിമോ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടിരുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ പടച്ചവന്റെ ഈ ഗ്രന്ഥം, നമ്മുടെ ജീവിത വഴികാട്ടിയായ ഖുർആൻ എന്ന ഈ ഗ്രന്ഥം പഠിക്കുന്ന ഈ ഉദ്യമം നിലനിർത്തി പോകുവാനുള്ള ഈമാനും ഇസ്തിഖാമത്തും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 130 മുതൽ 133 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഓതിയത്. അതിന്റെ അർത്ഥമാണ് വായിച്ചത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ 3 ആയത്തുകൾ പറഞ്ഞിരുന്നു. നമ്മളിപ്പോഴും ഇബ്രാഹിം നബി, യാക്കൂബ് ബനി ഇസ്രായേലര്, മറ്റേ ജൂതന്മാരെ, ക്രിസ്ത്യാനികൾ, ഇവരുടെ ജൽപ്പനങ്ങളും ശരിയായ മതം അവരുടെയൊക്കെ പിതാവായ ഇബ്രാഹിം നബി, യാക്കൂബ് നബിയൊക്കെ പറഞ്ഞ ഞങ്ങളുടെ പിതാക്കളാണെന്ന് അവർ വാദിക്കുന്ന ആ പിതാക്കൾ എന്താണ് ശരിക്കും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നും ഇന്ന് അവർ ഏതവസ്ഥയിലാണ് എത്തിയത് എന്നും ശരിക്കും അള്ളാഹു ഈ സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇവർക്ക് എന്നുള്ളത്. അപ്പോ ഇതില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, യാക്കൂബ് നബി യാക്കൂബ് നബി ആരാണെന്നറിയാലോ? ഇസ്രായേൽ സന്തതികളുടെ അവരുടെ പിതാവെന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പേരിട്ട് വിളിക്കുന്ന യാക്കൂബ് നബി. ഞങ്ങൾ യാക്കൂബ് നബിയുടെ സന്തതികളാണ്. അതാണ് ബനി ഇസ്രായേൽ എന്ന് പറയുന്ന അവര്. ജൂതന്മാർ, ക്രിസ്ത്യാനികളൊക്കെ വന്ന ആ വഴിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞു, യാ ബനിയ ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ ഒരിക്കലും മരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ്
യാക്കൂബ് നബി തന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതിന്റെ ബാക്കി, അദ്ദേഹത്തിന്റെ ആ ഉപദേശത്തിന്റെ ബാക്കിയാണ് ഇന്നത്തെ ഫസ്റ്റ് ആയത്തിൽ പറയുന്നത്. അം കുൻതും ശുഹദാഅ ഇദ് ഹദറ യാഖൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. വലിയൊരായത്താണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഖുർആൻ എന്ന് പറയുന്നത് പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ഇതാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഖുർആന്റെ ഒരു ശൈലി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് പഠിച്ചു പോകാൻ കഴിയും. കുറച്ച് വെക്കാബുലറിയും ഖുർആന്റെ ഒരു ശൈലി നമുക്കറിയുമെങ്കിൽ ഒരായത്ത് കാണുമ്പം തന്നെ നമുക്ക് ചില വെക്കാബുലറി നമുക്ക് അർത്ഥം അറിയാത്ത മിസ്സിങ് ഉണ്ടാവും എന്നല്ലാതെ മൊത്തത്തിലുള്ള കോണ്ടെക്സ്റ്റ് നമുക്ക് കിട്ടും. അത് കിട്ടും. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും ഇൻഷാ അള്ളാ, ഈ രീതിയിൽ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അം കുൻതും, ഇതിന്റെ വാക്കർത്ഥം നോക്കാം. അതായത് ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം, അല്ല യാക്കൂബ് ആസന്ന മരണനായപ്പോൾ നിങ്ങൾ അവിടെ ഹാജരുണ്ടായിരുന്നുവോ? അന്നേരം അദ്ദേഹം തന്റെ സന്തതികളോട് ചോദിച്ചു, എന്റെ മക്കളെ, എനിക്ക് ശേഷം നിങ്ങൾ ആർക്ക് ഇബാദത്ത് ചെയ്യും? അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെയും അങ്ങയുടെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് എന്നിവരുടെയും ദൈവമായ ഏകദൈവത്തിന് ഇബാദത്ത് ചെയ്യുന്നതും അവനു തന്നെ മുസ്ലിങ്ങളായിരിക്കുന്നതുമാകുന്നു. ഇത് ഈ ആയത്ത് എന്താന്ന് പറഞ്ഞില്ലേ, യാക്കൂബ് നബി എന്താണ് ശരിക്കും മക്കളോട് പറഞ്ഞിരുന്നത് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. മരിക്കുന്ന സമയത്ത് വസീയത്തായിട്ട് പറഞ്ഞ കാര്യമാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്ന ഈ ആയത്ത്. അപ്പൊ അല്ലാഹ് ഇതിന്റെ വാക്കർത്ഥത്തിലേക്ക് കടക്കാം. അം കുൻതും എന്നുള്ളത് ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങളായിരുന്നുവോ. ഈ വാക്ക് വരുന്നത് കുൻതും എന്ന വാക്ക് ഏതെന്നാ വരുന്നത്? കാന എന്ന വാക്കാണ്. കാന യക്കൂനു എന്നുള്ളതാണ്. അപ്പൊ ഈ കുൻതും എന്നുള്ളത് അതിൽ ആ സർഫ് 14 ഫോംസ് നമ്മൾ ഇതിൽ ഏതോ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രാമർ 14 ഫോം അല്ലെ. കാന, കാന, കാനു, കാനത്ത് എന്നുള്ള ആ ഒരു രീതിയിൽ 14 എണ്ണം പഠിച്ചു. അതില് കുൻതും എന്നുള്ളത് 7ാമത്തെ എന്തോ രൂപമാണ്, നിങ്ങളായിരുന്നു. അപ്പൊ അം കുൻതും, നിങ്ങളായിരുന്നുവോ. അം എന്നുകൊണ്ട് ചോദിച്ചത് കൊണ്ട് നിങ്ങളായിരുന്നുവോ, അം ആണോ എന്നൊക്കെ അർത്ഥം. അം കുൻതും, നിങ്ങളായിരുന്നുവോ, എന്തായിരുന്നുവോ, ശുഹദാക്കളായിരുന്നുവോ. എന്താണ് ശുഹദാ എന്ന വാക്കിന്റെ അർത്ഥം? സാക്ഷി എന്നുള്ള അർത്ഥം അല്ലെ. സന്നിഹിതർ എന്നുള്ള, ഇവിടെ ഷഹീദായി എന്നുള്ളത്, ഈ ഷഹീദ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഈ മഞ്ഞതിലെ അർത്ഥം. ഷഹീദ് എന്നതിന്റെ അതായത് പ്ലൂറൽ ആണ് ശുഹദാ. ഷഹീദ് എന്നുള്ള സാക്ഷി എന്നുള്ളതാണ്. അപ്പൊ ശുഹദാ സാക്ഷികൾ, അതായത് ഹാജരാവുക. ഒരു സംഭവത്തിന് നമ്മൾ അവിടെ ഹാജരായി, സന്നിഹിതരായി, അത് കണ്ണുകൊണ്ട് കണ്ട് സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഷഹീദ് എന്ന് പറയാം ആ ഒരു സംഭവത്തിന് അല്ലെ. അപ്പൊ ഷഹീദ്, ഷുഹദാ. അപ്പൊ നമ്മൾ രക്തസാക്ഷികൾക്കും ഷഹീദ് എന്ന് പറയാറുണ്ട്. അള്ളാഹുവിന്റെ ആ ഒരു സത്യത്തെ അവർ രക്തം കൊണ്ട് സാക്ഷിയാക്കി അല്ലെ. അവര് രക്തം ചൊരിഞ്ഞത് എന്തിനാണ്? അവരുടെ ആദർശത്തെ അവര് സാക്ഷ്യം വഹിച്ചതാണ്. സാക്ഷ്യം വഹിച്ചാണ്. അപ്പൊ ഷഹീദ്, ഷുഹദാ, അത് ഓർത്തു വെക്കാൻ എളുപ്പമാണ് കേട്ടോ. ഷഹീദ് എന്ന് ഓർത്താ മതി. ഷുഹദാന്റെ പ്ലൂറലാണ്. അപ്പൊ ഈ അം കുൻതും, നിങ്ങളായിരുന്നുവോ, ശുഹദാക്കളായിരുന്നു, അതായത് സന്നിഹിതരായിരുന്നുവോ, നിങ്ങൾ സാക്ഷികളായിരുന്നുവോ. ഇത് സന്ദർഭം. ഹദറ എന്ന് പറഞ്ഞാൽ ഹാജരായി അല്ലെങ്കിൽ ആസന്നമായി. ഹാജരായി എന്നുള്ളതിന്റെ പര്യായമാണല്ലോ ആസന്നമായി എന്നുള്ള മലയാളം. അപ്പൊ ആസന്നമായി. ഈ ഹലറ ഓർത്തു വെക്കാനുള്ള എളുപ്പമുള്ള മെത്തേഡ് ഹദറ യഹ്ദുറു എന്നാണ്. ഹാദിർ എന്ന് ഓർത്താൽ മതി. നമ്മൾ മദ്രസയിലൊക്കെ സാധാരണ അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഹാലിറ എന്നാ പറയാ. ഹാലിർ എന്ന് ആണുങ്ങൾ പറയും, ഞാൻ ഹാജരായി. ഹാലിറ എന്ന് പറഞ്ഞാൽ ഹാലിറത്ത് എന്ന് പറഞ്ഞ സ്ത്രീകൾ പറയുന്നതാണ്. പെൺകുട്ടികൾ പറയും ഹാലിറ, ഞാൻ ഹാജരായിരിക്കും. പണ്ടൊക്കെ കേട്ടോ മദ്രസയിൽ. ഇപ്പൊ പ്രസന്റ് എന്നുള്ളതാണ് പറയാറ്. പക്ഷെ പണ്ടൊക്കെ മദ്രസിൽ ഹാലിർ, ഹാലിറ എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ ആ ഒരു വാക്ക് നമ്മൾ ഓർത്ത് വെച്ചാൽ ഹലറ എന്ന് പറഞ്ഞാൽ ഹാജരായി എന്ന് വെർബാണ്. ഹാലിർ എന്ന് പറഞ്ഞാൽ ഹാജരായവൻ. അപ്പൊ ഹലറ എന്ന് പറഞ്ഞാല് ഹാജരായ സന്ദർഭം. ഇത് ഹലറ, നിങ്ങൾ ഹാജരായി. ഇത് സന്ദർഭം. ഹലറ ഹാജരായി. യഖൂബ് ആസന്നമായി. ഇവിടെ ഹാജരായി എന്നുള്ള ഇവിടെ ആസന്നമായി എന്നുള്ള അർത്ഥത്തിലാണ് മരണമായതുകൊണ്ട് പറയുന്നത് കേട്ടോ. ഹാജരായി എന്നല്ല, മരണം അടുത്തു വന്നു എന്നുള്ളത് അവിടെ വരാനുള്ള സന്ദർഭം എന്നുള്ള അർത്ഥത്തിൽ. ഹദറ ആസന്നമായി. യഖൂബിന് എന്ത്? അൽ മൗത്തു, മരണം. ഇവിടെ ഫായിൽ എന്ന് പറയുന്നത് മരണമാണ്. മരണം യഖൂബിന്റെ അടുത്ത് ആസന്നമായ സന്ദർഭം. മനസ്സിലായില്ലേ? ഇവിടെ മൗത്തു എന്നാ ഉപയോഗിച്ചത്. മൗത്തു എന്ന് പറയുമ്പോൾ അതാണ് പിന്നെ നമ്മുടെ സബ്ജക്ട്. അറബിക് ഗ്രാമർ അറിയുന്നവർക്ക് യാക്കൂബ എന്ന് പറയുമ്പോൾ അത് മഫൂലും ബിഹിയാണ്. ഫായിൽ ഇവിടെ മൗത്തു എന്നാണ്. അപ്പൊ മരണം യാക്കൂബ് നബിയുടെ മേൽ ആസന്നമായ ആ സന്ദർഭം, മൗത്തു, മരണം.
ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് മൗത്ത് മാത്ത യമൂത്തു എന്ന വാക്കിൽ മൗത്ത് വരുന്നത്. അപ്പൊ ഇത് കാല, ഇത് സന്ദർഭം. അങ്ങനെ മരണം ആസന്നമായപ്പോൾ ഇത് സന്ദർഭം കാല അദ്ദേഹം പറഞ്ഞു, ആര്? യാക്കൂബ് നബി പറഞ്ഞു, ലി ബനീഹി, ലി എന്ന് പറഞ്ഞ ഫോർ അല്ലെങ്കിൽ ടു എന്നുള്ള അർത്ഥം, ഓട് എന്നുള്ള അർത്ഥം. ലി ബനി എന്ന് പറഞ്ഞ മക്കൾ എന്നാണ്. ബനി ഹി അദ്ദേഹത്തിന്റെ മക്കൾ, ഹി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ, ലി ബനീഹി അദ്ദേഹത്തിന്റെ മക്കളോട് അദ്ദേഹം പറഞ്ഞ സന്ദർഭം എന്താണ്? അദ്ദേഹം പറഞ്ഞ മാ തഅബുദൂന മിൻ ബഅദി, നിങ്ങൾ എന്റെ ശേഷം എന്തിനെ ആരാധിക്കാന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. മാ എന്താണ്, വാട്ട്, മാ സ്മുക്ക എന്നൊക്കെ ഇല്ല അറബിയിൽ അല്ലെ? മാ ഇസ്മു എന്ന് പറഞ്ഞ പേര്, നിന്റെ, മാ സ്മുക്ക നിന്റെ പേരെന്താ. അപ്പൊ മാ എന്നുള്ളത് വാട്ട് എന്നർത്ഥമാണ്. മാ അല്ലെങ്കിൽ മാതാ എന്നൊക്കെ പറയാറ്. മാ എന്ന് പറഞ്ഞാൽ വാട്ട്, അല്ലെങ്കിൽ വേറൊരു അർത്ഥം ഖുറാനിൽ തന്നെയുള്ള യാതൊന്ന് എന്നും പറയാറുണ്ട്. അതൊന്നും ഇവിടെ എന്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാ തഅബുദൂന നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നു. മാ തഅബുദു, അബദ യഅബുദു എന്നുള്ള വാക്കാണ് ഇവിടെ മഞ്ഞയിൽ കൊടുത്തിട്ടുണ്ട്. അബദ യഅബുദു, അബദ എന്ന് പറഞ്ഞാൽ ആരാധിച്ചു, യഅബുദു ആരാധിക്കുന്നു. ഇപ്പൊ തഅബുദു, തഅബുദു പറഞ്ഞാൽ നീ ആരാധിക്കുന്നു, തഅബുദൂന വാവനൂനും വരുമ്പോ നിങ്ങൾ ആരാധിക്കുന്നു. എങ്ങനെ നിങ്ങൾ ആരാധിക്കുന്നു എന്നായി? തുടക്കത്തിൽ തായും ലാസ്റ്റ് വാവും നൂനും ഉള്ളതോടെ നിങ്ങൾ എന്നായത്. അപ്പൊ ഈ വാവും നൂനും ഇല്ലെങ്കിൽ നീ ആരാധിക്കുന്നു. അപ്പൊ നീ സെക്കൻഡ് പേഴ്സൺ ആണ് ത. അപ്പൊ മാ തഅബുദൂന നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനെയായിരിക്കും? മിൻ ബഅദീ, ബഅദ് എന്ന് പറഞ്ഞ ശേഷം, മിൻ ബഅദ് എന്ന് പറഞ്ഞ ശേഷം, ബഅദീ എന്ന് പറയുമ്പോ എന്റെ ശേഷം. ബഅദി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇസ്മി എന്ന് പറഞ്ഞാൽ എന്റെ പേര്, ഖലമി എന്റെ പേന, കിതാബി എന്റെ ബുക്ക്, ഇങ്ങനെയാണ്. അപ്പൊ മിൻ ബഅദി എന്റെ ശേഷം നിങ്ങൾ എന്തിനെ ആരാധിക്കും എന്നാണ് അദ്ദേഹം ചോദിച്ചത് മരിക്കുന്ന സമയത്ത്. അപ്പൊ ഖാലൂ അവർ പറഞ്ഞു, അവിടെ സന്നിഹിതരായ ആളുകൾ പറഞ്ഞു, ഇത് ഹലറ യാഖൂബൽ മൗത്തു ഹസൻ മാബിങ്ങൾ. അപ്പൊ അദ്ദേഹം അവിടെ അവർ പറഞ്ഞ എന്താണ്? നഅബുദു ഞങ്ങൾ ആരാധിക്കുന്നു. നഅബുദു ഇവിടെ ആരാധിക്കും എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ, ഫ്യൂച്ചറിലാണ് പറയുന്നത്. നഅബുദു ഞങ്ങൾ ആരാധിക്കും, ഇതും സെയിം വാക്കാണ്. അബദ യഅബുദു, അബദ ആരാധിച്ചു, യഅബുദു അവൻ ആരാധിക്കുന്നു. യാ മാറ്റിയിട്ട് ന ആക്കി കഴിഞ്ഞാൽ എന്താണ്? നഅബുദു, നഹ്നു എന്നതിന്റെ ന ആണത്. നഹ്നു എന്ന് തന്നെ നാ കൊടുക്കുമ്പോ എന്താണ്? നഅബുദു ഞങ്ങൾ ആരാധിക്കുന്നു. ഇവിടെ യാക്ക് നാ കൊടുത്താൽ മതി. ഞങ്ങൾ ആരാധിക്കും. ഇലാഹക്ക, ഇലാഹ് എന്ന് പറഞ്ഞ ഇലാഹന്നെ ദൈവം, ക നിന്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കും. മാത്രമല്ല വ ആൻഡ് ഇലാഹ ആബായിക്ക, ഇലാഹ് എന്ന് പറഞ്ഞ ഇലാഹന്നെ, ആബായിക്ക നിന്റെ ആബാകളുടെ ഇലാഹും. ആബാ എന്നുള്ള വാക്ക് എവിടുന്ന വരുന്നത്? പിതാക്കൾ. അബ് എല്ലാവർക്കും അറിയാം, അബും ഉമ്മും, ഉമ്മയും വാപ്പക്കും അബു ഉമ്മു എന്നാ പറയാ. അപ്പൊ അബിന്റെ പ്ലൂരലാണ്, ജമ്മാണ് ആബാ. ഈ മഞ്ഞയിൽ കൊടുത്തിട്ടുണ്ട് അത് കേട്ടോ. അബ് ജമ്മ് ആബാ. അപ്പൊ ആബാ ഇക്ക നിന്റെ ആ പിതാക്കളുടെ ഇലാഹിനെയും നിന്റെ ഇലാഹിനെയും, അതായത് എല്ലാം ഒന്ന് തന്നെയാണ്. നിന്റെയും നിന്റെ പിതാക്കളുടെയും ഇലാഹായ ആ ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കും എന്നാണ് അവർ മറുപടി പറഞ്ഞത്. ഇവിടെ ബാക്കി ഇലാഹ ആബായിക്ക എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ ആബാകൾ ആരൊക്കെയാണ് എന്നുള്ളത്. ഇലാഹ ആബായിക്ക ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാഖ, അതായത് ഇബ്രാഹിം നബിയുടെയും വ ആൻഡ് ഇസ്മായിൽ നബിയുടെയും വ ആൻഡ് ഇസ്ഹാഖ് നബിയുടെയും പിതാക്കളായ അവരുടെയും ഇലാഹായ ഇലാഹം വാഹിദ, ആ ഏകദൈവത്തെ. മനസ്സിലായില്ലേ? നിന്റെയും നിന്റെ പിതാക്കളായ ഇസ്ഹാഖ് നബി ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ആ ദൈവമായ ഇലാഹം വാഹിദ. ഇലാഹൻ എന്ന് പറഞ്ഞ ഇലാഹ്, വാഹിദ എന്ന് പറഞ്ഞ ഒറ്റ, ഏകൻ. ഇലാഹം വാഹിദ, ആ ഏകനായ ദൈവത്തെ നഅബുദു ഞങ്ങൾ ആരാധിക്കും എന്നാണ് അവർ മറുപടി പറഞ്ഞത്. വാ ആൻഡ് ഞങ്ങൾ എന്ത് ചെയ്യും? നഹ്നു ഞങ്ങൾ, ലഹു അവന്, അതായത് ആ റബ്ബിന്, ആ ഇലാഹം വാഹിദക്ക് ഞങ്ങൾ എന്താവും? മുസ്ലിമൂൻ ഞങ്ങൾ കീഴ്പ്പെടുന്നവരാവും. മുസ്ലിമൂൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞാല് കീഴ്പ്പെടുന്നവർ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം കീഴ്പ്പെടുന്നവർ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ആ ഒരു ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമാകും, അങ്ങനെ എന്നാണ് അവർ പറഞ്ഞത്. ഈ ആയത്തിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആയില്ല, വളരെ കുറച്ച് പുതിയ വാക്കുകൾ ഇതിലുള്ളൂ. കുറെ പേരുകളാണ്, ഇബ്രാഹിം ഇസ്മായിൽ ഇസാഖ് ഒക്കെ പേരുകളാണ്. പിന്നെ ആകെ ഇലാഹ് എല്ലാവർക്കും അറിയാം. നാബുദു എന്നുള്ളതൊരു വാക്ക് അവിടെ ഉണ്ട്. പിന്നുള്ളത് എന്താണ്? ഹദറ എന്നുള്ള വാക്ക്, ഹാജരായി. നമുക്ക് കാണാതെ പഠിക്കാൻ 1-2 വാക്കേ ഉള്ളൂ. ബനി എന്ന് പറഞ്ഞ മക്കൾ, ഹലറ ഹാജരായി, ശുഹദാ ഷഹീദ്. ഈ 4 വാക്ക് അറിയുമെങ്കിൽ ഈ ആയത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയേണ്ടതാണ്.
അതായത് അം കുൻതും നിങ്ങൾ, അപ്പൊ ആയത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കുക. അം കുൻതും നിങ്ങളായിരുന്നുവോ ഷുഹദാ ഷഹീദുകൾ, അതായത് സാക്ഷികൾ, ഇത് സന്ദർഭം ഹദറ ആസന്നമായി, യാക്കൂബിന് അൽ മൗത്തു മരണം ആസന്നമായി. ഇത് സന്ദർഭം കാല അദ്ദേഹം പറഞ്ഞു, ലിബനീഹി അദ്ദേഹത്തിന്റെ മക്കളോട് എന്ത് പറഞ്ഞു? മാ തഅബുദൂന മിൻ ബഅദി എന്റെ ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? ഖാലു അവർ മറുപടി പറയുന്നത് എന്താ? നഅബുദു ഞങ്ങൾ ആരാധിക്കും ഇലാഹക്ക നിന്റെ ഇലാഹിനെ, വൈലാഹ ആബായിക്ക നിന്റെ പിതാക്കളായ ഇബ്രാഹിമോ ഇസ്മായിലോ ഇസ്ഹാഖ ഇവരുടെയൊക്കെ പിതാവ് ഇവരുടെയൊക്കെ ഇലാഹായ ഇലാഹം വാഹിദ ഏകദൈവത്തെ ഞങ്ങൾ ആരാധിക്കും. ആൻഡ് നഹ്നു ലഹു മുസ്ലിമു ഞങ്ങൾ അവൻക്ക് മുസ്ലിങ്ങളായി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കും, ആ ദൈവത്തിന്റെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാകും എന്നർത്ഥം. ഈ ഒരു ആയത്തില് യാക്കൂബ് നബി അദ്ദേഹത്തിന്റെ സന്തതികളോട് പറഞ്ഞ അവസാന വസീയത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ജൂതന്മാരും ക്രൈസ്തവ വിഭാഗങ്ങൾ പറയുന്നവരെന്താന്ന് അവര് പറയുന്ന എന്താ വെച്ചാല്, പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻ ഇവരോട് ഖുർആൻ വിശ്വസിക്കാൻ പറഞ്ഞിട്ട് മുസ്ലിങ്ങളാവാൻ പറഞ്ഞിട്ട് ഇവര് മുസ്ലിങ്ങളായിട്ടില്ല. ഇസ്മായിൽ സന്തതികളായ മക്കയിലെ ആ ഒരു മുശ്രിക്കുകളായ, അതായത് ബഹുദൈവ വിശ്വാസികളായ മക്കൾക്ക് ആ ഒരു കഅബക്ക് ചുറ്റും 360ഓളം വിഗ്രഹങ്ങളെ കൊണ്ടുവച്ച് ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ഇസ്മായിൽ നബിയുടെ സന്തതികൾ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇസ്ഹാഖ് നബിയുടെ സന്തതികളായ ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ടായിരുന്നു പ്രവാചകന്റെ ഈ പ്രബോധനത്തിന് കേട്ടുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. അപ്പൊ അവരോട് അള്ളാഹ് പറയുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ഈ ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ പറയുന്ന എന്താണ്? ഞങ്ങളുടെ പ്രതാപികളും പുണ്യാത്മാക്കളുമായ പൂർവികരെല്ലാം ജൂതമതക്കാരോ ക്രിസ്ത്യാനികളോ ആയിരുന്നുവെന്നും അവര് പറയാണ്. അവരൊക്കെ ജൂതന്മാരും ക്രിസ്ത്യാനായിരുന്നു. അവർ തലമുറകളായി ഉപദേശിച്ചു പോന്ന ആദർശ പ്രമാണങ്ങളും കർമ്മരീതികളുമാണ് ഞങ്ങളും പിന്തുടരുന്നതെന്നും. എന്നാൽ യാക്കൂബ് നബി പിന്നെ അവര് പറഞ്ഞിരുന്ന വാക്കെന്താണ്? ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കളായ പുണ്യാത്മാക്കളായ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആദർശങ്ങളും പ്രമാണങ്ങളും ആണ് ഞങ്ങളും പിന്തുടരുന്നത് എന്നാണ് അവര് പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അള്ളാഹ് ഇവിടെ പറയാണ് എന്ത്? നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ പിതാവ് എന്ന് പറയുന്ന യാക്കൂബ് നബി ആണല്ലോ, ഇസ്രായേൽ എന്ന് പറയുന്നത്. അതാണല്ലോ നിങ്ങളുടെ പാരമ്പര്യം. ആ യാക്കൂബ് നബി മരിക്കുന്ന സമയത്ത് തന്റെ മക്കളോട് പറഞ്ഞ എന്താണ്? നിങ്ങൾ പിന്തുടരുന്ന ഈ ക്രൈസ്തവ വിശ്വാസങ്ങളും ആചാരങ്ങളും വസിയത്ത് ചെയ്ത് നിങ്ങൾ സാക്ഷികളായിരുന്നു. അതായത് അള്ളാഹ് ചോദിക്കണം, കുന്തും ഷുഹദാ എന്ന് ഇവരോട് ചോദിക്കാണ്, നിങ്ങൾ സാക്ഷികളായിരുന്നോ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഞങ്ങളുടെ ആചാരങ്ങളും വസിയത്തിന്, ആ പ്രവാചകൻ കൊടുത്ത ആ വസീയത്തിന്റെ സമയത്ത് നിങ്ങൾ അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നുവോ? അതെന്താണെന്നുള്ളത് എന്നതിനാണ് അള്ളാഹ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എങ്കിൽ അദ്ദേഹം ഉപദേശിച്ച പാരമ്പര്യമാണ് ഈ ആദർശ വിശ്വാസങ്ങൾ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. അതായത് ഇബ്രാഹിമിനോട് അള്ളാഹു ആവശ്യപ്പെട്ടതും അദ്ദേഹം തന്റെ മക്കളോട് വസിയത്ത് ചെയ്തതും എന്താണോ അത് തന്നെയാണ് യാക്കൂബ് നബിയും അദ്ദേഹത്തിന്റെ മക്കളോട് വസിയത്ത് ചെയ്തത്. അതായത് ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്ഹാഖ് നബിയും ഇസ്മായിൽ നബിയും. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി. ഈ യാക്കൂബ് നബിനെയാണ് അവർ തങ്ങളുടെ പിതാവായിട്ട് അവർ വിചാരിക്കുന്നത്. അപ്പോ ഈ ഇബ്രാഹിം നബി പറഞ്ഞ അതേ വസിയത്ത് തന്നെയാണ് യാക്കൂബ് നബിയും തന്റെ മക്കളായ ഇസ്രായേൽ സന്തതികളോട് പറഞ്ഞിരുന്നത് എന്ന് അള്ളാഹ് ഇവരോട് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഈ ആയത്തിലൂടെ. അതായത് പിതാവിന്റെയും പ്രപിതാവായ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം, ഇസ്മായിൽ അലൈഹി ഇസ്ലാം, ഇബ്രാഹിം തുടങ്ങിയവരുടെയും ദൈവമായ ഏക ദൈവത്തിന് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ എന്നും അവന് ജീവിതം സമർപ്പിച്ചവരായി ഞങ്ങൾ നിലകൊള്ളുന്നുവെന്നും പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അവർ ആ വസിയത്ത് സർവാത്മന അംഗീകരിക്കുകയും അവരുടെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നത്. അതായത് ഇവര് അവിടെ ഹാജരായ ആളുകൾ ഈ യാക്കൂബ് നബി ഹാജരായവരോട് പറഞ്ഞല്ലോ, അതായത് അവിടെ മത്സരമാരനെ കിടക്കുന്ന സമയത്തുള്ള, അപ്പൊ അവര് മറുപടി കൊടുത്ത എന്താണ്? ഞങ്ങള് എന്തായാലും ആരാധിക്കുന്നത് ഞങ്ങളുടെ പിതാക്കളായ ഇവരെ തന്നെ ആരാധിക്കുന്നവർ മറുപടി കൊടുത്തതാണ്. അപ്പൊ ഇവരോട് ഈ മക്കയിലുള്ള മദീനയിലുള്ള ഇവരോട് പറയാണ്, അവിടെ ഹാജരായിരുന്നവരൊക്കെ അവിടെ സമ്മതിച്ച ഒരു കാര്യമാണ് എന്ത്? ഞങ്ങൾ ഇങ്ങനെയാണ് ആരാധിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അവരുടെ ഇബ്രാഹിം നബിയുടെ ഇസാഖിനെ യാക്കൂബിനെ അവരുടെ മക്കളുടെയും തലമുറയ്ക്ക് ശേഷമാണ് ഈ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായ തത്വങ്ങളും നടപടികളും നിങ്ങളിൽ വളർന്നു വന്നത്. അതായത് പിന്നീട് അവിടെ അവരുടെ മക്കളൊക്കെ മുസ്ലിങ്ങളായി തന്നെയാണ് ജീവിച്ചത്. പക്ഷെ പിന്നീട് ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം
അവരുടെ ദീനിലേക്ക് വന്നിരിക്കുന്നത്. അതായത് പിന്നെ ഇപ്പോൾ അവരുടെ വസിയത്ത് ഏറ്റെടുത്ത് പ്രബോധനം ചെയ്യുന്ന അന്ത്യപ്രവാചകനെ അംഗീകരിക്കുകയും പിന്തുടരുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അള്ളാഹ് പറയുന്നത് എന്താ വെച്ചാല്, നിങ്ങൾ ശരിക്കും ആ വസിയത്ത് നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ഇപ്പൊ ഉള്ള ഈ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയെ പിന്തുടരുകയാണ്. ആ വസിയത്ത് നിറവേറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇവിടെ യാക്കൂബ് നബിയുടെ ഈ ഉപദേശം മരണം ആസന്നമായ സമയത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഈ ആയത്തില് ഇത് ഹലറ യാക്കൂബൽ മൗത്ത്, മരിക്കുന്ന സമയത്ത് പറഞ്ഞ വസീയത്തായിട്ടാണ് ഈ ആയത്തിൽ എടുത്ത് പറയുന്നത്. മരണസമയം എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞില്ലേ, ഹലറ യാക്കൂബൽ മൗത്ത്. അത് എന്തിനാന്ന് ചോദിച്ചാല് രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഒന്നാമത് ആ ഒരു പിന്നെ വാക്കിന്റെ ഗൗരവം. അപ്പൊ നമുക്ക് തന്നെ അറിയാം, മരിക്കുന്ന സമയത്ത് നമ്മുടെ പിതാക്കന്മാരൊക്കെ മരിച്ചു പോകുന്ന ആ വേളയിൽ പറയുന്ന ഉപദേശത്തെ നമ്മൾ എന്താ പറയാ? അന്ത്യോപദേശം എന്നാ പറയാ. അന്ത്യോപദേശം, അല്ലെങ്കിൽ നമ്മൾ പറയും വസീയത്ത് ചെയ്തിട്ടാ മരിച്ചു പോയതെന്ന് പറയാറുണ്ട്. അപ്പൊ ആ ഒരു അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് പലതും പറഞ്ഞ പിതാവായിരിക്കും, പക്ഷെ മരിക്കാൻ കിടക്കുമ്പോ പറയുന്ന വസീയത്തിന് വളരെയധികം പ്രാധാന്യം നമ്മൾ തന്നെ കൽപ്പിക്കാറുണ്ട് അല്ലെ. മരിക്കുമ്പം ചെയ്ത വസീയത്താണ് ട്ടോ എന്ന് പറഞ്ഞാൽ നിറവേറ്റാൻ പരമാവധി നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ മരണം ആസന്നമായപ്പോൾ പ്രത്യേകം പറയാൻ കാരണം, ആ മരിക്കുന്ന സമയത്ത് പോലും യാക്കൂബ് നബി പറഞ്ഞ അന്ത്യോപദേശം എന്ന തരത്തിലാണ് ഒന്നാമത്തെ സംഗതി അവിടെ ഈ മരിക്കുന്ന കാര്യം എടുത്തു പറഞ്ഞത്. അത് രണ്ടാമത്തത്, അതായത് മരണപത്രമാണ് അദ്ദേഹത്തിന്റെ. എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെ ആരാധിക്കും എന്ന് ചോദിച്ച ഒരു മരണപത്രമായിട്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ മരിച്ചതിന് പിന്നെ ഇതിന് ശേഷം പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ, ഈ അന്ത്യോപദേശം എന്ന് പറയുന്നത് എന്താണ്? അതിനുശേഷം പിന്നെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനുശേഷം അദ്ദേഹം പിന്നീട് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹം പക്ഷെ അന്ത്യോപദേശം അല്ലാതെ ജീവിച്ചിരിക്കുന്ന കാലത്താണ് പറയുന്നതെങ്കിൽ ഒരു പക്ഷെ മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം മാറ്റാം അല്ലെ. ആളുകൾ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞ വാക്കുകൾ മാറ്റിയേക്കാം. പക്ഷെ ഇത് അദ്ദേഹത്തിന് അന്ത്യോപദേശം എന്ന് പറയുമ്പോൾ ഇതിന് ശേഷം പിന്നെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? പിന്നീട് മാറ്റി പറഞ്ഞിട്ടില്ല, നിങ്ങൾ പിന്നെ വേറെ ദൈവത്തെ ബഹുദൈവ ആരാധകരായിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് കാരണം ഇത് അദ്ദേഹത്തിന്റെ അവസാന വസീയത്താണ്. അപ്പൊ അതും കൂടി ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്, പിതാക്കളുടെ അന്തിമോ ഉപദേശത്തെ ഇപ്പോഴത്തെ പുത്രന്മാർ ആണ് ഇപ്പൊ നിങ്ങൾ ഈ ലംഘിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, അത് ഈ അന്ത്യോപദേശത്തെയാണ് നിങ്ങൾ ലംഘിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ഗൗരവത്തോടു കൂടി എടുക്കേണ്ട കാര്യമാണ് ഒരു അന്ത്യോപദേശം, വസിയത്ത് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ എത്ര ഇതായിട്ടാണ് ഈ നിങ്ങളായ സന്തതികൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ലംഘിച്ചു കൊണ്ടിരിക്കുകയാണ്. പിതാവിന്റെ അന്തിമോപദേശം ലംഘിക്കുന്ന പുത്രന്മാർ അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും അഭിലാഷങ്ങളെയും മാനിക്കാത്തവരും അദ്ദേഹത്തിന് മഹത്തായ പാരമ്പര്യം അവകാശപ്പെടാൻ അർഹതമില്ലാത്തവരുമായ നീചന്മാരാണ് നിങ്ങൾ. കാരണം എന്താണ്? നിങ്ങൾ അത് ലംഘിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഈ ആയത്തില്, ഹല്ലറ യാക്കൂബൽ മൗത്തിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം കാലു അവർ മറുപടി പറഞ്ഞല്ലോ, ഞങ്ങൾ ആരാധിക്കും ഞങ്ങളുടെ പിതാക്കളായ ഇബ്രാഹിം നബിക്ക് ശേഷം പറഞ്ഞ പിതാവ് ആരാണ്? ഇസ്മായിൽ നബിയാണ് എടുത്തു പറഞ്ഞത്. അത് ശ്രദ്ധിച്ചോ? ഇസ്ഹാഖ് നബി അല്ല പറഞ്ഞത്, ഇബ്രാഹിം നബിക്ക് ശേഷം ഇവിടെ നേരെ കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇസ്മായിൽ നബിയാണ്. എന്നിട്ടാണ് ഇസ്ഹാഖ് നബിയെ പറയുന്നത്. ഈ ഇസ്ഹാഖ് നബിയുടെ സന്തതികളാണ് ജൂതന്മാരും ക്രിസ്ത്യാനിമാരും. ഇസ്മായിൽ നബിയുടെ സന്തതികളാണ് മക്കയിലെ മുശ്രിക്കുകൾ. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്നാണ് നമ്മുടെ പ്രവാചകൻ വരുന്നത്. അപ്പൊ ഇവിടെ ഇസ്മായിൽ നബി ആദ്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, പിന്നെ യാക്കൂബ് സന്തതികൾ മാത്രമാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹവും സത്യത്തിന്റെയും സന്മാർഗത്തിന്റെയും കുത്തകക്കാരും എന്ന വംശീയ ഡംബ് അക്കാലത്ത് ഇസ്രായേലിയർക്ക് ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ല? അന്നുണ്ടായിരുന്ന ഇസ്രായേലിയർക്ക് ഒരിക്കലും തന്നെ ഞങ്ങൾ മാത്രമാണ് യാക്കൂബിന്റെ സന്തതികളും ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും അന്നത്തെ യാക്കൂബ് നബിയുടെ മക്കൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള അഹങ്കാരം വന്ന ഒരു വംശീയത പറഞ്ഞ എന്താണ്? ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ, ഞങ്ങൾക്കാണ് എല്ലാം, ഞങ്ങളാണ് ഭയങ്കരം എന്നുള്ള ഒരു ചിന്തക്കാണ് നമ്മൾ വംശീയത എന്ന് പറയാം. അതായത് സത്യത്തെയും സന്മാർഗത്തെയും അവ ആരായിരുന്നാലും മാനിക്കാനും സ്വന്തക്കാരായി അംഗീകരിക്കാനും അവർക്ക് മടിയുണ്ടായിരുന്നില്ല. അതായത് അന്നത്തെ യാക്കൂബ് നബിയുടെ മക്കൾക്ക്. ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിമിന്റെ പുത്രനും ഇസ്ഹാഖ് അലൈഹിസ്സലാം ജ്യേഷ്ഠ സഹോദരനും, അതുകൊണ്ട് തന്നെ തങ്ങളുടെ പിതാമഹന് മാതൃകായോഗ്യനായ സച്ചരിതമാണെന്ന് അന്നവർ ഏറ്റുപറഞ്ഞിരുന്നു. പിൻതലമുറക്കാരാണ് ഇസ്മായിലികളെ തങ്ങളുടെ ശത്രുക്കൾ ഇബ്രാഹിമിന്റെ പാരമ്പര്യം. അതായത്
അന്നത്തെ യാക്കൂബ് നബിയുടെ മക്കൾ ഒരിക്കലും ഇസ്മായിൽ സന്തതികളെ തങ്ങളുടെ ശത്രുക്കളായി കണ്ടിട്ടില്ല. പക്ഷെ ഇന്നുള്ള ഈ പ്രവാചകന്റെ പ്രബോധന കാലത്തുള്ള ക്രിസ്ത്യാനികളും ജൂതന്മാരും മക്കയിലെ മുശ്രിക്കുകളെ ശത്രുക്കളായിട്ട് കണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ അവർക്കിടയിൽ നിന്ന് ഒരു പ്രവാചകൻ വന്നപ്പോ അവർ അംഗീകരിക്കാതിരുന്നത് ഇവരുടെ വംശീയതയായിരുന്നു ഒരു കാരണം. കാരണം ഞങ്ങളിൽ നിന്ന് മാത്രമേ പ്രവാചകൻ വരാൻ പാടുള്ളൂ എന്ന് അവർക്കൊരു വംശീയ ചിന്ത ഉണ്ടായിരുന്നു. മനസ്സിലായി? വംശീയത എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങളിൽ നിന്നാണ് പ്രവാചകന്മാർ വന്നുകൊണ്ടിരിക്കുന്നത്, ഇനിയൊരു അന്ത്യപ്രവാചകൻ വരാനുണ്ട്, അതും ഞങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് വന്നപ്പോൾ നേരെ തന്റെ ഇസാഖ് നബിയുടെ സഹോദരനായ ഇസ്മായിൽ നബിയുടെ സന്തത പരമ്പരകളിൽ നിന്നാണ് ഈ നബി മുഹമ്മദ് നബി വന്നത് കൊണ്ട് അവരുടെ അഹങ്കാരം, അവരുടെ വംശീയത അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പറയുന്നത്. ശരിക്കും ഈ ഒരു ഉപദേശം ഉണ്ടല്ലോ, ഈ യാക്കൂബ് നബിയുടെ അന്തിമ ഉപദേശം ബൈബിളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ശരിക്കും ബൈബിളില് ഈ ഒരു അന്തിമോപദേശം കാണുന്നില്ല. അത് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഭയങ്കര വിചിത്രമായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇവര് മാറ്റിമറിച്ചിട്ട് എടുത്തു. പക്ഷെ ജൂതന്മാരുടെ തെൽമൂദ് എന്ന് പറയുന്ന പുസ്തകത്തില് ഈ വസിയത്തിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നാ പറയുന്നത്. ഒരുപാട് ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. അടുത്ത ആയത്തിലേക്ക് കടക്കാം. തിൽക ഉമ്മത്തും ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അത് കഴിഞ്ഞു പോയ ഒരു സമുദായമാകുന്നു. ഏത്? ഇപ്പൊ മുന്നേ പറഞ്ഞ ആ ഒരു സമുദായത്തെ കുറിച്ചിട്ടോ. അതായത് അന്ന് യാക്കൂബ് നബിയുടെ മക്കളായിട്ടുണ്ടായിരുന്ന ആ മക്കളും ഇന്ന് യാക്കൂബ് നബിയുടെ മക്കളാണെന്ന് വാദിക്കുന്ന ഇന്നത്തെ ക്രിസ്ത്യാനികളും അത് രണ്ടുമാണ് പറയുന്നത്. അതായത് അത് കഴിഞ്ഞു പോയ സമുദായമാകുന്നു. അവർ സമ്പാദിച്ചു വെച്ചത് അവർക്കുള്ളതാകുന്നു. നിങ്ങൾ സമ്പാദിക്കുന്നതെന്തോ അതാണ് നിങ്ങൾക്കുള്ളത്. അവർ എന്തു പ്രവർത്തിച്ചുവെന്ന് നിങ്ങൾ ചോദിക്കപ്പെടുന്നതല്ല. അതായത് അന്ന് കഴിഞ്ഞവർക്ക് അവർ ചെയ്തതുണ്ട്, ഇന്ന് വന്നവർക്ക് ഇന്ന് ചെയ്ത് അവർ സമ്പാദിച്ചു വെച്ചതുണ്ട്. ഇതിന്റെ വാക്കർത്ഥത്തിലേക്ക് നോക്കൂ. തിൽക്ക, അത്. തിൽക്ക എന്നുള്ളത് എന്തുകൊണ്ടാണ്? അത് എന്നുള്ള വാക്കാണ്. ദാലിക്ക എന്ന് പറഞ്ഞാലും അത് എന്നാണ്, തിൽക്ക എന്ന് പറഞ്ഞാലും അതാണ്. എന്താ വ്യത്യാസം? ഒന്ന് മുദക്കറാണ്, ഒന്ന് മുഅന്നസാണ്. ഇവിടെ ഉമ്മത്തിനെയാണ്, ഉമ്മത്ത് എന്ന് പറഞ്ഞ മുഅന്നസായ വാക്കിനെ സൂചിപ്പിക്കാൻ പറയുന്നത് കൊണ്ടാണ് ഇവിടെ തിൽക്ക ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഹാദാ ഹാദിഹി, ഇത് എന്ന് പറയുന്നത് മുദക്കർ, ഹാദി അതിന്റെ മുഅന്നസാണ് ഹാദിഹി, ദാലിക്ക തിൽക്ക. ഇവിടെ തിൽക്ക എന്ന് പറഞ്ഞ ഉമ്മത്ത് മുഅന്നസ്. അപ്പൊ തിൽക്ക അത് ഉമ്മത്താകുന്നു, ഒരു സമുദായമാകുന്നു. ഉമ്മത്ത് എന്ന് നമുക്കറിയാലോ, സമുദായം. അത് തീർച്ചയായും അത് ഹലത്ത്, കഴിഞ്ഞുപോയി. ഹല എന്നുള്ള വാക്കിൽ നിന്നാണ് ഹലത്ത്. ഹലത്ത് എന്ന് പറയാൻ കാരണം എന്താ? ഉമ്മത്ത് ആയതുകൊണ്ട്. ഉമ്മത്ത് സ്ത്രീലിംഗം, ഹലത്ത്. സോ ഹലത്ത് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞുപോയി. സ്ത്രീലിംഗമായ വാക്കായതുകൊണ്ട് ഹലത്ത് എന്ന് പറഞ്ഞു. ശരിക്കും ഹല എന്നാണ് വാക്ക്. ഹല കഴിഞ്ഞുപോയി. അപ്പൊ ഹലത്ത് എന്ന് പറഞ്ഞാൽ ആ ഉമ്മത്ത് കഴിഞ്ഞുപോയി. അന്നത്തെ ആ ഉമ്മത്ത് ഇപ്പൊ കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ച ആ ഉമ്മത്ത് കഴിഞ്ഞുപോയി. ഇനി അള്ളാഹ് പറയാണ് ലഹ, അതിനുണ്ട്, അതായ ആ ഉമ്മത്തിനുണ്ട്. ലഹ, ഇവിടെ ഹ എന്ന് പറയാൻ കാരണം ഉമ്മത്ത് സ്ത്രീലിംഗമായതുകൊണ്ട്. ലഹ, അതിനുണ്ട്. മാ, എന്താണോ, കസബത്ത്, അത് പ്രവർത്തിച്ചു. എന്തുകൊണ്ട് കസബത്ത് എന്നായി? കസബ എന്ന വാക്കാണ് ഇത്. കസബ യക്സിബു, സമ്പാദിച്ചത്. കസബ സമ്പാദിച്ചു, യക്സിബു സമ്പാദിക്കുന്നു. കസബത്ത് എന്ന് പറയുന്നത് സമ്പാദിച്ചത്. എന്ത് സമ്പാദിച്ചത്? ഈ ഉമ്മത്ത് സമ്പാദിച്ചത് ആയതുകൊണ്ട് കസബത്ത് എന്ന് പറയുന്നത് കേട്ടോ, സ്ത്രീലിംഗമാണ്. അപ്പോ ആ ഉമ്മത്ത് സമ്പാദിച്ചത് എന്താണോ, ലഹ, അത് അവർക്കുണ്ട്. ആൻഡ് ലക്കും, നിങ്ങൾക്ക് എന്തുണ്ട്? ലക്കും, കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ലക്കും നിങ്ങൾക്കുണ്ട്. എന്ത്? മാ, എന്താണോ, കസബത്തും. ഇത് ജസ്റ്റ് ഗ്രാമർ ആണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ആ ഗ്രാമർ മനസ്സിലാക്കിയാൽ മതി. കസബത്തും എന്നാണ് നിങ്ങൾ ലക്കും കസബത്തും, നിങ്ങൾക്ക് നിങ്ങൾ പ്രവർത്തിച്ചത്, നിങ്ങൾ സമ്പാദിച്ചത്. കസബ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചതെന്ന് പ്രവർത്തിച്ചതെന്നും പറയാറുണ്ട്. പക്ഷെ മെയിൻലി സമ്പാദിച്ചതെന്നാ പറയേണ്ടത്. അത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. കസബത്തും, നിങ്ങൾ പ്രവർത്തിച്ചത്. ആൻഡ് ലാ തുസ്അലൂന, നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല. അൻമ, അബൌട്ട്, കാനു, അവരായിരുന്നു, യമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ ഇതിവിടെ ഒന്ന് രണ്ട് വാക്ക് പുതിയതുള്ളത്. അതായത് അവര് പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടയില്ല. വലാ തുസ്അലൂന അമ്മാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതിനെ കുറിച്ച് തുസ്അലൂന, നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല. മനസ്സിലായില്ലേ? ഈ ആയത്ത് വളരെ സിമ്പിൾ ആണ്. തിൽക്ക, അത്. ഉമ്മത്തും ഖദ് ഖലത്, ആ ഉമ്മത്ത് കഴിഞ്ഞു പോയിരിക്കുന്നു. ഖല എന്നുള്ള വാക്ക് പുതിയതാണ്. ഉമ്മത്ത് എല്ലാവർക്കും അറിയുന്നതാണ്. ഉമ്മത്ത് അല്ലെ?
ലഹ അവർക്കുണ്ട് മാ കസബത്ത് അവർ പ്രവർത്തിച്ചത്, അതായത് ആ ഒരു ഉമ്മത്ത് പ്രവർത്തിച്ചത് ലഹ അതിനുണ്ട്. വലക്കും നിങ്ങൾക്കുണ്ട് മാ എന്താണോ കസബത്തും നിങ്ങൾ പ്രവർത്തിച്ചത്, നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുണ്ട്, ആ ഉമ്മത്ത് സമ്പാദിച്ചത് ആ ഉമ്മത്തിനുണ്ട്. വാ ആൻഡ് ലാ തുസ്അലൂന ചോദിക്കപ്പെടുകയില്ല അമ്മ അബൌട്ട്. ഈ അമ്മ എന്നുള്ള വാക്ക് അൻ പ്ലസ് മാ ആണ് കേട്ടോ. ആൻ എന്ന് പറഞ്ഞാൽ അറബിക്കിൽ എന്താണ് അബൌട്ട്, അല്ലെങ്കിൽ കുറിച്ച്, കുറിച്ച്, അല്ലെങ്കിൽ എന്ത് പറയാ ഫ്രം എന്നും പറയാറുണ്ട്. പക്ഷെ ഇവിടെ അബൌട്ട് എന്നാണ്. അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച്, മാ എന്താണോ, അൻ പ്ലസ് മാ ആണ് അമ്മ എന്നായത്. അമ്മ അമ്മ ഇത് ശരിക്കും തജ്വീദ് ഓതുമ്പോ അൻ പ്ലസ് മാ എങ്ങനെ ഓതും നമ്മൾ അമ്മ എന്നല്ല. അപ്പൊ അതുപോലെ കൂട്ടി എഴുതിയത് അമ്മ കാനൂ യാമലൂൻ അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. യാമലു എന്നുള്ള വാക്ക് എവിടുന്ന വരുന്നത്? ഇവിടെ മഞ്ഞയിൽ കൊടുത്തിട്ടുണ്ട്. അമില പ്രവർത്തിച്ചു, യാമലു പ്രവർത്തിക്കുന്നു, യാമലൂൻ അവർ പ്രവർത്തിക്കുന്നു. ഓക്കെ, അവർ പ്രവർത്തിച്ചുകൊണ്ട്, കാനൂ എന്ന് പറഞ്ഞാൽ എന്താ, അവരായിരുന്നു, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് എന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ. കാനൂ എന്നും കൂടി വന്നതുകൊണ്ട് മനസ്സിലായില്ലേ? അപ്പൊ ഈ ആയത്ത് ഈ തുസ്അലു എന്നുള്ള വാക്ക് എങ്ങനെയാ വരുന്നത്? ചോദിക്കപ്പെടുക എന്നുള്ള വാക്ക് വരുന്നത് സഅല ചോദിച്ചു, യസ്അലു ചോദിക്കുന്നു, സുആല് കേട്ടിട്ടില്ലേ? ചോദ്യങ്ങൾ, സുആൽ ചോദ്യങ്ങൾ, സാഇൽ ചോദിക്കുന്നവൻ. സാഇൽ എന്ന് പറഞ്ഞ ഒരു ഖുറാനിൽ വേറെ സൂറത്തുകളിലൊക്കെ ഉണ്ട് സാഇൽ, ചോദിക്കുന്നവൻ ചോദിച്ചു എന്നൊക്കെ പറയും. സഅല സായിലും ബിഅദാബിൻ അല്ലെ, ആ സായിൽ തന്നെയാണ്. സായിൽ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നവൻ. അപ്പോ സഅല ചോദിച്ചു. അപ്പൊ തുസ്അൽ എന്ന് പറഞ്ഞാൽ ചോദിക്കപ്പെടുകയില്ല. തുസ്അലൂന നിങ്ങൾ, ഇവിടെ തുസ്അലു എന്നാണ് ഞാൻ പറഞ്ഞ. ചില വാക്കുകൾ ഫസ്റ്റ് ഇടുമ്പോൾ അത് പാസീവായി മാറും. അപ്പൊ തുസ്അലൂന നിങ്ങൾ ചോദിക്കപ്പെടുക. അപ്പൊ ലാ എന്ന് വരുമ്പോ ചോദിക്കപ്പെടുകയില്ല. മനസ്സിലായല്ലോ? തിൽക്ക ഉമ്മത്തും ഖദ് ഖലത്ത് അത് കഴിഞ്ഞു പോയ സമുദായമാകുന്നു, അവർ സമ്പാദിച്ചു വെച്ചത് അവർക്കുള്ളതാകുന്നു, നിങ്ങൾ സമ്പാദിച്ചതെന്തോ നിങ്ങൾക്കുള്ളതാകുന്നു, അവർ എന്ത് പ്രവർത്തിച്ചതും നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല. ഈ ഒരു വാക്ക്, അതായത് ഈ ഒരു ആയത്തിലൂടെ പറയുന്നത് അള്ളാഹു, അതായത് നിങ്ങൾ അവരുടെ സന്താനങ്ങളാണെന്നൊക്കെ ശരി തന്നെ. ഇവര് പറയുന്ന എന്താണ്, ഞങ്ങൾ യാക്കൂബ് നബിയുടെ ഒക്കെ സന്താനങ്ങളായി വന്നവരാണ്, ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവരുമായി നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. നിങ്ങൾ ആ ബന്ധം പറഞ്ഞിട്ടാണല്ലോ ഭയങ്കര ഊറ്റം കൊള്ളുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അവരുടെ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ സ്ഥിതിക്ക് അവരുടെ പേര് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? നിങ്ങളുടെ പൂർവികന്മാർ എന്ത് പ്രവർത്തിച്ചിരുന്നു എന്നല്ല, നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാണെന്ന് അള്ളാഹു ചോദിക്കും. അതായത് അവരെന്ത് പ്രവർത്തിച്ചു എന്നുള്ളതല്ല ചോദിക്കുക, നിങ്ങളോട് നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു എന്നാണ് അള്ളാഹു ചോദിക്കുക. അവർ സമ്പാദിച്ചു വെച്ചത് അവർക്കുണ്ട്, നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കും എന്നത് ഖുർആന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. കാരണം കർമ്മം, പ്രവൃത്തി എന്നിങ്ങനെ നാം പറയുന്നതിന് ഖുർആൻ അതിന്റെ ഭാഷയിൽ നേട്ടം, സമ്പാദ്യം എന്ന് പറയുന്നു. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും നല്ലതോ ചീത്തതോ ആയ ഒരു ഫലമുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തിയുടെയോ അതൃപ്തിയുടെയോ രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യാം. അതേ ഫലമാണ് നമ്മുടെ നേട്ടം, അതാ സമ്പാദ്യം. ഖുറാന്റെ ദൃഷ്ടിയിൽ സാക്ഷാൽ പ്രാധാന്യം ഈ ഫലത്തിനായതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കർമ്മം എന്ന് ഉപയോഗിക്കുന്നതിന് പകരം മിക്കപ്പോഴും സമ്പാദ്യം, അതായത് കസബ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അതായത് ഇവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാല്, അള്ളാഹു ഇവിടെ കസബത്ത് എന്നല്ലേ പറഞ്ഞത് ഈ ആയത്തില്. നിങ്ങൾ പ്രവർത്തിച്ചെന്നല്ല, മാ അമിലത്ത് എന്നല്ല പറഞ്ഞത്, കസബത്തും പിന്നെ നിങ്ങൾ പ്രവർത്തിച്ച എന്താണ് എന്നുള്ളതല്ല പറഞ്ഞത്, മറിച്ച് സമ്പാദിച്ചത് എന്ന കസബ എന്ന വാക്ക് ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരാളുടെ കർമ്മം, പ്രവൃത്തിയും സമ്പാദ്യം വ്യത്യാസമുണ്ട്. ഇസ്ലാമിന്റെ കണ്ണിൽ അല്ലെങ്കിൽ ഖുറാന്റെ ഭാഷയിൽ ഒരാളുടെ സമ്പാദ്യത്തിനാണ് പ്രാധാന്യം. നമ്മളെല്ലാവരും കർമ്മം ചെയ്യുന്നവരാണ് അല്ലെ, പല പ്രവൃത്തികളും ചെയ്യുന്നത്. പക്ഷെ ഓരോ പ്രവൃത്തിയുടെയും ഫലം എന്ന് പറയുന്നത് ഒരുപക്ഷെ നല്ലതാവാം, ചീത്തതാവാം. പ്രവൃത്തി പക്ഷെ ഒരേ പ്രവൃത്തി തന്നെ രണ്ടുപേര് ചെയ്താലും ഫലം നല്ലതാവാം, ഒരാൾക്ക് നല്ലതും ഒരാൾക്ക് ചീത്തതും ആവാം. ഡിപ്പെൻസ് അവരുടെ നീയത്തിനനുസരിച്ച്. ഇന്നമൽ അമാലു ബിന്നിയാത്ത്, ഒരേ പ്രവൃത്തി അവൻ ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ രണ്ടുപേർക്കും രണ്ടായിട്ടും കിട്ടിയിട്ടുണ്ടാവുക. മനസ്സിലായില്ലേ? അതെന്തുകൊണ്ടാ? അവരുടെ മനസ്സിന്റെ ഉദ്ദേശം, അതിന്റെ മോട്ടിവേഷൻ, അതിന്റെ പ്രേരകം എന്താണ്, അതിന്റെ അതാണ് ശരിക്കും അള്ളാഹിന് മുന്നിൽ ജഡ്ജ് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ചാണ് കസബ വരുന്നത്. സമ്പാദിച്ചതെന്ന് പറയുന്ന ഓരോരുത്തരും അവരുടെ കർമ്മഫലം എന്ന് പറയുന്നത് വേറെയാണ്. അപ്പൊ കസബ എന്ന് പറയുന്നത്, ഇപ്പൊ ഖുറാന്റെ ഭാഷയിൽ അധിക സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു എന്നതിന് മതി കസബത്ത്, നിങ്ങൾ സമ്പാദിച്ചു വെച്ചതെന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി രണ്ടിലെ വ്യത്യാസം? അപ്പൊ അവിടെയാണ് ഇസ്ലാമിൽ പ്രാധാന്യം ഈ ഫലത്തിനാണ്, അല്ലാതെ
നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലപ്പുറം നിങ്ങൾ എന്ത് നേടി എന്നതിലാണ്, ആ കർമ്മം കൊണ്ട് നിങ്ങൾ എന്ത് നേടി പരലോകത്ത് എന്നതിനാണ് പ്രാധാന്യം എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഈ ഒരു ആയത്തില് 134 134 ആയത്തില് ഈ യഹൂദരും ക്രിസ്ത്യാനികളും, അതായത് അഹ്ലു കിതാബുകാർ എന്ന് പറയുന്ന യഹൂദരും ക്രിസ്ത്യാനികളും അറബികളും, ആരാ അറബികൾ? ഇസ്മായിൽ നബിയുടെ സന്തതികളാണ് ഈ അറബികൾ കേട്ടോ. യഹൂദരും ക്രിസ്ത്യരും ആരാണ്? ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖ് നബിയുടെ സന്തതികളാണ് ബനി ഇസ്രായേൽ എന്ന് പറയുന്ന യഹൂദരും ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ അഹ്ലു കിതാബുകാർ എന്ന് പറയുന്നത്. ഇവരെല്ലാം ഊറ്റം കൊള്ളുന്ന എന്താണ്? ഏതെല്ലാം മഹാന്മാരായ പൂർവികരുടെ പൈതൃകത്തെ ചൊല്ലിയാണോ ആ പൂർവികരുടെ യഥാർത്ഥ ആദർശചര്യകളും ജീവിത ലക്ഷ്യവും എന്തായിരുന്നു എന്നാണ് ഇതിന് മുന്നേയുള്ള ആയത്തിൽ പറഞ്ഞത്. അതായത് അവരെന്താ പറഞ്ഞത്? ഇന്ന് ഈ 3 വിഭാഗവും ആ പൂർവികരെ മഹാന്മാരാക്കി തീർത്ത ജീവിത വീക്ഷണങ്ങളിൽ നിന്നും മാർഗദർശനങ്ങളിൽ നിന്നും ബഹുദൂരം അകന്നിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചു. അതായത് മനസ്സിലായില്ലേ? ഇതിന് മുന്നത്തെ ആയത്തിൽ പറഞ്ഞു അവരൊരുപാട് ഇന്നത്തെ സന്തതികളും അന്നത്തെ സന്തതികളും വ്യത്യാസമുണ്ടെന്ന് ഇതിന് മുന്നായത്ത് പറഞ്ഞു. അനന്തരം അള്ളാഹു പറയാണ് ഈ ആയത്തിലൂടെ ആ പൂർവികരുടെ ഹക്ക് കൊണ്ടും ജാഹ് കൊണ്ടും, അതായത് അവരുടെ പുണ്യം കൊണ്ടും മഹത്വം കൊണ്ടും നിങ്ങളും പുണ്യവാന്മാരും മഹനീയരാകുമെന്നാണ് നിങ്ങളുടെ വിചാരം. അവര് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ അവരൊക്കെ നല്ല പുണ്യാത്മാക്കളാണ് ഇബ്രാഹിം നബി, അതുകൊണ്ട് ഞങ്ങളും പുണ്യവാനല്ല. എത്ര ദുഷിച്ച ജീവിതം നയിച്ചാലും എന്ത് പാപങ്ങൾ ചെയ്താലും അതെല്ലാം അവരുടെ മഹത്വം കൊണ്ട് പരിഹരിക്കപ്പെടുമെന്നും ശിക്ഷിക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കരുതുന്നു. ഇതെല്ലാം വെറും വ്യാമോഹമാണ്. പൂർവികർ കഴിഞ്ഞു പോയ സമുദായമാകുന്നു. അവരും അവരുടെ കർമ്മങ്ങളും ഈ ലോകം വിട്ടുകഴിഞ്ഞു. അവരുടെ കർമ്മഫലം അവർക്കാകുന്നു. അവർക്ക് മാത്രമേ ലഭിക്കൂ. അതിൽ യാതൊന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ചൊന്നും അള്ളാഹു അവരോട് ചോദിക്കുകയുമില്ല. അതായത് ശരിക്കും അവർ യാക്കൂബ് നബിയും ഇബ്രാഹിം നബി അവർക്കൊന്നും ഒരിക്കലും അറിയുന്ന പോലും ഇല്ല എന്ത് ഈ ഒരു തന്റെ മക്കൾ ഇത്രമാത്രം വസിയത്ത് കൊടുത്ത് ഞാൻ മരിച്ചു പോയാലും തന്റെ മക്കൾ ഇത്രമാത്രം വഴിതെറ്റി ഇസ്ലാമായ മുസ്ലിമായി ജീവിക്കുന്നതിന് പകരം വഴിതെറ്റി എന്നുള്ള അവരറിയില്ല. അപ്പൊ അവരോട് ഒരിക്കലും ഇവരെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല എന്ന് പറയണം. അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളോടും ചോദിക്കുകയില്ല. ഒരുവന്റെ കർമ്മത്തെക്കുറിച്ച് മറ്റൊരുവനോട് ചോദിക്കുകയില്ലെങ്കിൽ ഒരുവന്റെ കർമ്മത്തിന് പ്രതിഫലം മറ്റൊരുവന് നൽകുകയുമില്ല. അങ്ങനെയുണ്ട്. ചോദിക്കപ്പെടുക എന്നാണ് ഒരാളുടെ കർമ്മത്തിന് പ്രതിഫലം ഒരിക്കലും അള്ളാഹു മറ്റാൾക്ക് നൽകുകയില്ല. വേറെ സൂറത്തുകളിൽ എന്താ പറഞ്ഞത്? വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ. ഒരാളും മറ്റൊരാളുടെ ഭാരം ചുമക്കുകയില്ല പരലോകത്ത്. അല്ലെ? ഓരോ മനുഷ്യനും അവനവൻ ചെയ്തതിന്റെ ഫലമേ ലഭിക്കുകയുള്ളൂ. നല്ലതായാലും ചീത്തതായാലും അത് ഓരോരുത്തരും തീർച്ചയായും സ്വയം സ്വീകരിക്കേണ്ടി വരിക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്ത കർമ്മത്തിന് പൂർവികർ ചെയ്ത കർമ്മങ്ങളുടെ ഫലം പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ ഹലത്ത് എന്ന് പറഞ്ഞില്ലേ? ആ ഉമ്മത്ത് തിൽക്ക ഉമ്മത്തും കത് ഹലത്ത് എന്ന് പറഞ്ഞല്ലോ. ഈ ഹലത്ത് എന്ന വാക്ക് കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. ശൂന്യമായി പോയി, അവർ ഒഴിഞ്ഞു പോയി എന്നൊക്കെ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അതായത് അങ്ങനെ ഒരു സമുദായം ഈ ലോകത്ത് ജീവിച്ചിരുന്നു. അവര് പൂർണ്ണമായും ഇന്നത്തെ ഈ മനുഷ്യരിൽ നിന്നും പൂർണ്ണമായും അറ്റുപോയി, ഒഴിവായി പോയി, വേക്കന്റ് ആയി, അതായത് ശൂന്യമായി പോയി എന്നാണ് ഹലത്ത് എന്നുള്ള. അവരവരെ കർമ്മം കൊണ്ട് ശരിക്കും മരിച്ചുപോയി. ഇനിയിപ്പുള്ള ആളുകൾ ഒരിക്കലും അവരായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ട് അതിനോട് കണക്ട് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും അത് അവരത് കഴിഞ്ഞു, എല്ലാം പോയി. ഇനി ഇന്നത്തെ പ്രവർത്തനവും ഇന്നത്തെ ആളുകളും വേറെ. അങ്ങനെയാണ് അള്ളാന്റെ മുന്നിൽ. ഈ ഹല എന്ന വാക്ക് തനിച്ചായി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതാണ് കസബയുടെ വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ അല്ലെ? അപ്പൊ ഈ ആയത്ത് മനസ്സിലായി വിചാരിക്കുന്നു. തിൽക്ക ഉമ്മത്തും ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബത്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. ഈ 3-ാമത്തെ ആയത്ത് വഖാലു, അവർ പറയുന്നു, കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു ഖുൽ ബൽ മില്ലത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ജൂതന്മാർ പറയുന്നു, നിങ്ങൾ ജൂതരാകുവിൻ എങ്കിലേ സന്മാർഗം പ്രാപിക്കൂ. ക്രിസ്ത്യാനികൾ പറയുന്നു, നിങ്ങൾ ക്രിസ്ത്യാനികളാകുവിൻ എന്നാലേ സന്മാർഗം പ്രാപിക്കൂ. നീ പറയുക, അല്ല, എല്ലാം വെടിഞ്ഞ് ഇബ്രാഹീമിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ഇബ്രാഹീമോ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടിരുന്നില്ല. ഈ ആയത്ത് നോക്കൂ. ജൂതന്മാർ പറയും ജൂതരാകാൻ പറഞ്ഞു, എന്നാലേ നിങ്ങൾ ശരിക്കും ഗൈഡൻസ് കിട്ടിയവരാവുകയുള്ളൂ. ക്രിസ്ത്യാനികൾ പറയും നിങ്ങൾ നസ്രാനികളാവുക എന്നാലേ നിങ്ങൾ സ്വർഗത്തിൽ പോവുള്ളൂ. എന്നാൽ നമ്മളോട് പറയാണ്, അള്ളാഹു പറയാണ്, നീ പറയുക, പ്രവാചകനോട് പറയാണ്, അവരോട് പറയാ എന്ത്? ശരിക്കും ഇബ്രാഹീമിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ആ ഇബ്രാഹിം നബി, നിങ്ങളൊക്കെ മേലെയുള്ള ഇബ്രാഹിം നബി ഉണ്ടല്ലോ, ആ ഇബ്രാഹിം നബി ഒരിക്കലും മുശ്രിക്കായിരുന്നില്ല. അതായത് മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് പാർട്ട്നേഴ്സിനെ വെക്കുന്ന ആളുകൾ. അതായത് ക്രിസ്ത്യാനികളാണെങ്കിൽ ഈസാ നബിയെ ആക്കി, മറ്റൊരു അങ്ങനെ ആക്കി, അള്ളാഹിനെ ഏകനായ അള്ളാഹിനെ അവർ വിട്ടുകളഞ്ഞു. അറബികളാണ്, ഇസ്മായിൽ സന്തതികളുടെ അറബികളാണെങ്കിലോ ഇഷ്ടംപോലെ വിഗ്രഹങ്ങളെ
അള്ളാഹുവിന് പങ്കാളികളാക്കി. അപ്പൊ അതുപോലെ അപ്പൊ ഇതിന് ഈ ആയത്ത് അവസാനിക്കുന്നത് ആ ഇബ്രാഹിം നബി ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ പിതാക്കൻ, അദ്ദേഹം ഒരിക്കലും മുശ്രിക്കായിരുന്നില്ല, ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല. ഇവിടെ അർത്ഥം പറഞ്ഞു, വളരെ സിമ്പിൾ ആയത്താണ്. വാ ആൻഡ് കാലു, അവർ പറഞ്ഞു, കൂനു, നിങ്ങളാവുക. ഇത് കാനയുടെ ഫോമാണ് കേട്ടോ. കൂനു എന്ന് വരുന്നത് കാന കൂനു എന്നുള്ളതിന്റെ കൂനു എന്നുള്ള അമ്രഫയിലാണ്. നിങ്ങളാവുക, കൂനു, നിങ്ങളാവുക. ഹൂദൻ, ഹൂദ് എന്ന് പറഞ്ഞാൽ ആരാണ്? യഹൂദികളെ പറയുന്നത്. ഹൂദൻ, യഹൂദിയാവുക. ഔ, അല്ലെങ്കിൽ ആരാവുക? നസാറ, നസ്രാണി എന്ന് പറയാറില്ല ക്രിസ്ത്യാനികളെ? നസ്രാണി എന്ന് പറയുന്ന നസാറ ആവുക, ക്രിസ്ത്യാനികൾ. തഹ്തദു, എന്നാൽ നിങ്ങൾ എന്താവും? ഗൈഡൻസ് കിട്ടിയവരാവും, നേർവഴിയിലാവും, ശരിയായ മാർഗത്തിൽ. തഹ്തദു, ഇത് വാക്ക് ഇഹ്തദ യഹ്തദി ട്ടോ. ഹിദായത്ത് ആലോചിച്ചാൽ മതി. ഹിദായത്ത്, ഹദ, ഹുദ, സന്മാർഗം, അങ്ങനെയാണ് തഹ്തദു വരുന്നത്. അങ്ങനെ പറയും അവര്. ഇപ്പൊ കുൽ, നീ പറയുക, പ്രവാചക നീ അവരോട് പറയുക, ബൽ, അങ്ങനെയല്ല, എന്നാൽ അങ്ങനെയല്ല, മില്ലത്തെ ഇബ്രാഹിം, ഇബ്രാഹിമിന് മാർഗം. മില്ലത്ത് എന്ന് പറഞ്ഞ മാർഗിന്റെ മുന്നത്തെ ആയത്ത് പഠിച്ചതാണ്. മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, എന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശുദ്ധമനസ്കനായ, ഋജുമനസ്കനായ ഇബ്രാഹിമിന്റെ മാർഗമാണ് വേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്, അല്ലാതെ നസ്രാനിയും ക്രിസ്ത്യാനിയും ആവും, അല്ല ജൂതനാവും അല്ല. വമാ കാന, അദ്ദേഹം ആയിരുന്നില്ല. വ ആൻഡ് മാ, അല്ല, കാന ആയിരുന്നില്ല, മാ കാന ആയിരുന്നില്ല, മിന ഫ്രം അൽ മുഷ്രിക്കീൻ, മുഷ്രിക്കുകൾ, അതായത് മുഷ്രിക്കിന്റെ ജമ്മാണ് മുഷ്രിക്കീൻ, മുഷ്രിക്ക്, മുഷ്രിക്കീൻ. പിന്നെ അദ്ദേഹം എന്തായിരുന്നില്ല? മുഷ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. ഈ ആയത്ത് വളരെ സിമ്പിൾ ആണ്. പ്രത്യേകിച്ച് അർത്ഥം എന്ന് പറയുന്നത്, മുഷ്രിക്കിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ഹനീഫ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാത്തിലുള്ള വാക്കാണ്. ഹനീഫ എന്ന് പറഞ്ഞാൽ നേരായ മനസ്സുള്ള, ശുദ്ധ മനസ്കനായ. ഇബ്രാഹിം നബിയെ കുറിച്ച് എപ്പോഴും ഖുർആൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഹനീഫ എന്നുള്ളത്. അദ്ദേഹം നേരായ. ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത്, ദീനുൽ ഇസ്ലാമിനെ എതിർക്കുന്നതിൽ അറേബ്യയിലെ യഹൂദരും ക്രൈസ്തവരും ഒറ്റക്കെട്ടായിരുന്നു എന്നാണ് നേരത്തെ ആയത്തുകൾ പറഞ്ഞത്. അതായത് ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇസ്ലാമിനെതിരെ അവർ ഒറ്റക്കെട്ടായിരുന്നു. മനസ്സിലായില്ലേ? അവര് അവിടെ പിന്നെ ജൂതമതവും ക്രിസ്തുമതവും മാത്രമേ ശരിയായ മതമായുള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവയാണ് വേദങ്ങളെയും പ്രവാചകന്മാരെയും അവലംബിച്ചുള്ള മതങ്ങൾ. അവർ പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ ട്ടോ. അതാണ് ശരിക്കുള്ള മതം, ഞങ്ങളുടെ മതമാണ് ശരിക്കുള്ള മതം, ഞങ്ങളുടെ മതമാണ് വേദത്തിനെ ആധാരമാക്കിയിട്ടുള്ളത്. ഇസ്ലാം എന്ന പേരിൽ മൂന്നാമൊരു മതമില്ല. ഇപ്പത്തെ ക്രിസ്ത്യാനികൾ പറയുന്നത് ഇത് തന്നെയാണല്ലോ. അവർ നമ്മുടെ പ്രവാചകനെ അംഗീകരിക്കുന്നില്ല. ഈസാ നബി വരെ നിന്നിട്ട് അവിടെ നിന്നു. പിന്നെ ഇനി ഒരു ഇസ്ലാം എന്നൊരു മതമൊന്നും ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഉണ്ടാകേണ്ട കാര്യവുമില്ല. കാരണം മുഹമ്മദും കൂട്ടരും സന്മാർഗവും സത്യമതവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നുകിൽ അവർ ജൂതമതം, അവർ ഇപ്പത്തെ ക്രിസ്ത്യാനികൾ പറയുന്നത് തന്നെയാണ് അന്നത്തെ ക്രിസ്ത്യാനികളും പറയുന്നത്. അതായത് നിങ്ങൾ ശരിയായി സ്വർഗത്തിൽ പോണേ ഞങ്ങളെ മതം സ്വീകരിക്കണം. കാരണം ഇതിന് ശേഷം ഇനി ഒരു മതവും ഇല്ല, ഒരു പ്രവാചകനും ഇല്ല. പിന്നെ നിങ്ങൾ അത് സ്വീകരിച്ചാൽ എങ്ങനെ ശരിയാവും? അപ്പൊ ഞങ്ങളുടെ മതം സ്വീകരിക്കൂ, നിങ്ങൾ ഞങ്ങളുടെ മതം സ്വീകരിച്ചാലാണ്, അല്ലെങ്കിൽ ക്രിസ്തുമതം സ്വീകരിച്ചാലാണ് സത്യമാർഗമാവുകയുള്ളൂ എന്നാ പറയുന്നത്. അപ്പോ ഈ പിന്നെ ശരിക്കും ഈ വേദക്കാട് ഇപ്പത്തെ കാലത്ത് നമുക്കിപ്പോ ക്രിസ്ത്യാനി, ജൂതന്മാർ, യഹൂദികളായ ആളുകൾ നമ്മുടെ കൂട്ടുകാരികളായ മറ്റും ഉണ്ടെങ്കിൽ അവരോട് പറയേണ്ട ഒരു മറുപടി എന്താന്ന് വെച്ചാൽ, ഖുർആൻ കൽപ്പിക്കുന്നത് അവർക്കുള്ള മറുപടി ആയിട്ട് പറയുന്നു, കുൽ ബല്ലത്ത്, ഈ ആയത്തിൽ തന്നെ പറയുന്നില്ലേ, നബിയോട് പറയുന്ന അതന്നെയാണ്. പ്രവാചകനോടുള്ള കൽപ്പനയൊക്കെ മുഴുവൻ മുസ്ലിങ്ങളോടുള്ള കൽപ്പനയാണല്ലോ ഖുർആനിലുള്ള. അപ്പൊ ഇതിൽ പറയുന്നത്, ഇങ്ങനെ പറയുന്ന ആളുകളോട്, ക്രിസ്ത്യാനികളോട് പറയേണ്ടത് ഇങ്ങനെയാണ്. ഖുൽ, അവരോട് പറയുക, ബൽ മില്ലത്തെ ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. നമ്മൾ മറുപടി കൊടുക്കേണ്ടത് വളരെ വ്യക്തമാണ്. ഇല്ല, അങ്ങനെയല്ല, നിങ്ങൾ ഈ പറയുന്ന ജൂതനും ക്രിസ്ത്യാനി ആവലല്ല പണി. ഞങ്ങൾ ജൂതമതമോ ക്രിസ്തുമതമോ സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ സ്വീകരിക്കുന്നത് ജൂത സമൂഹത്തിന്റെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും കുലപതിയും മതാചാര്യനുമായ ഇബ്രാഹിമിന്റെ മതമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു നോക്കൂ. അപ്പൊ നമ്മളോട് ഇപ്പൊ ഒരാൾ പറയാണ് നിങ്ങൾ ക്രിസ്ത്യാനി ആവണം. അപ്പൊ അവര് പറഞ്ഞ അവരുടെ പിതാവാണ് ഇബ്രാഹിം നബി എന്ന് അവർ അംഗീകരിച്ച കാര്യമാണ്. അപ്പൊ നമ്മൾ പറയുന്ന എന്താണ്? നമ്മൾ അത് തന്നെ അവരെ ആ ഒരു വാക്കിൽ പിടിച്ചിട്ട് നമ്മൾ മറുപടി കൊടുക്കുക. അതായത് ആ ഇബ്രാഹിം നബിയുടെ മതം തന്നെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. ഞങ്ങൾ സത്യമാണ്, നിങ്ങൾ പറയുന്ന കാര്യം തന്നെ അംഗീകരിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ സന്തതികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾ ആ ഇബ്രാഹിം നബി പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അല്ലാതെ ക്രിസ്ത്യാനി നസ്രാണി ആവുക, അല്ല നസ്രാണി ജൂതനാവുക എന്നുള്ളതല്ല. അപ്പൊ അങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്. അപ്പോ ഇബ്രാഹിമിന്റെ മതമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. വ്യക്തിപരമോ വംശീയമോ ദേശീയമോ ചായ്വില്ലാത്തതും എല്ലാവിധ പക്ഷപാതിത്വങ്ങളിൽ നിന്നും മുക്തവും തികച്ചും നിഷ്കളങ്കവുമായ സത്യധർമ്മങ്ങളിൽ അധിഷ്ഠിതവും ഋജുവുമായ മതമായിരുന്നു ഇബ്രാഹിം നബിയുടെ
ഇത് എന്ന സത്യം നിങ്ങളും സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരോട് പറയാൻ പറ്റിയൊരു വാക്കാണ് ഇത്. ക്രിസ്ത്യാനികളോട് നിങ്ങളും അംഗീകരിക്കുന്നുണ്ടല്ലോ, ഇബ്രാഹിം നബി ഹനീഫയായിരുന്നു, നല്ല ശുദ്ധമനസ്കനായിരുന്നു, സത്യമാർഗത്തിലായിരുന്നു, നല്ല നിഷ്കളങ്കനായ മുസ്ലിം ആയിരുന്നു. അതൊക്കെ നിങ്ങളും മുസ്ലിം എന്നല്ല, അദ്ദേഹം ഒരു അങ്ങനെയുള്ള ഒരു വംശീയത ഇല്ലാത്ത, ദേശീയത ഇല്ലാത്ത, ഒന്നുമില്ലാത്ത, ഒരു പാർഷ്യാലിറ്റി ഇല്ലാത്ത ഒരാളായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. ആ സത്യമതമാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്ന് മുസ്ലിങ്ങളോട് പറയാനാണ് പറയുന്നത്. ഇബ്രാഹിം ബഹുദൈവ വിശ്വാസിയോ വിഗ്രഹ ആരാധകനോ ഇതാരോടാ പറയാൻ പറയുന്നത്? അറബിയായ അവരോട് പറയാണ്. അവര് വിഗ്രഹാരാധകരായല്ലോ മക്കയിലെ മുശ്രിക്കുകൾ. അപ്പൊ അദ്ദേഹം ഒരിക്കലും മുശ്രിക്കായിരുന്നില്ല. മറ്റോരും ഈസാ നബി അള്ളാഹുവിന്റെ പുത്രൻ എന്ന് വിളിച്ച് ശിർക്ക് ചെയ്തവർ തന്നെയാണ്. അപ്പൊ അവരൊക്കെ അന്നും ഈ ഇബ്രാഹിം നബി, നിങ്ങളുടെ പിതാവ് നിങ്ങൾ പറയുന്ന ഇബ്രാഹിം നബി ഒരിക്കലും ബഹുദൈവ വിശ്വാസി വിഗ്രഹാരാധകനായിരുന്നില്ല. ഏകദൈവ വിശ്വാസി വഞ്ചകനുമായിരുന്നു. കാര്യവും ഇത് തന്നെ എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അറേബ്യൻ മുശ്രിക്കുകളുടെ ബഹുദൈവ വിശ്വാസത്തെയും വിഗ്രഹാരാധനയും അനാചാരങ്ങളെയും ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിഷ്കളങ്കമായ മതം ഇബ്രാഹിം നബിയുടേതായതിനാൽ നിങ്ങൾ ജൂത, ക്രൈസ്തവ, അറബികളെല്ലാം സ്വീകരിക്കേണ്ടതും പിന്തുടരേണ്ടതും ഇതേ മതം തന്നെയാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇബ്രാഹിം നബി എപ്പോഴും ഖുർആൻ ഉപയോഗിക്കുന്നത് എന്താന്ന് വെച്ചാല് ഹനീഫ എന്നുള്ള വാക്കാണ്. ഹനീഫ മുസ്ലിമ വമാ മിനൽ മുശ്രിക്കീൻ നമ്മൾ പറയാറുണ്ടല്ലോ നിസ്കാരത്തിൽ, അല്ലെ? അതായത് അദ്ദേഹത്തിന്റെ മതമാണ്, ആ മതമാണ് സിറാത്തുൽ മുസ്തഖീം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന നേരായ മാർഗമുണ്ടല്ലോ, ആ മാർഗം എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെയാണ്. ഇബ്രാഹിം നബി പറഞ്ഞ ആ മില്ലത്ത് തന്നെയാണ് സിറാത്തുൽ മുസ്തഖീം എന്ന മില്ലത്ത്. അത് തന്നെയാണ് നമ്മുടെ പ്രവാചകൻ നമ്മളോട് ഉപദേശിച്ച മില്ലത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ മൂന്ന് ആയത്തുകളിൽ പറയാനുള്ളത്. അതായത് ഈ മൂന്നായത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളുമായി ഉണ്ടാകുന്ന വാക്കുതർക്കങ്ങളിൽ അവരുടെ ജൽപ്പനങ്ങൾ എന്താണെന്നും ശരിക്കും അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അവര് പറയുന്ന കാര്യം ശരിക്കും സത്യമല്ല. ശരിക്കും അവരുടെ പിതാവായ ഇബ്രാഹിം നബി യാക്കൂബ് നബി പറഞ്ഞിരുന്നതാണ് സത്യം. അവരെന്താണ് പറഞ്ഞുള്ളത്? ഇവര് സാക്ഷികളായിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞ വാക്ക് വേറെയാണ്. നിങ്ങൾ മുസ്ലിങ്ങളാവാതെ മരിക്കരുത് എന്നും മുസ്ലിങ്ങളായിട്ട് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം എന്നുമായിരുന്നു എന്നാണ് ഈ ആയത്തുകൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിപ്പിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ.